എൻ്റെ മോനെ കിഡു ബൈക്ക്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ട്രയംഫിൻ്റെ സ്ക്രാംബ്ലർ 400X ആണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നല്ല കിഡിലം ബൈക്ക്. ലുക്ക് കിഡിലം, ക്ലാസിക് റെട്രോ ലുക്കാണ്. അതിൽ റൈഡിങ്ങിനും സേഫ്റ്റിക്കുമായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന യൂസബിളായ കുറച്ച് ടെക്നോളജിക്കൽ ഐറ്റംസും. ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും വാല്യൂ ഫോർ മണിയായ ബൈക്കുകളിൽ ഒന്ന്. ഇനി നമുക്ക് മെയിൻ പോയിന്റ്സിലേക്ക് കിടക്കാം. ടെയിൽ ലൈറ്റിന്റെ ഭാഗം ഒഴിവാക്കി നിർത്തിയാൽ 10ൽ 10 കൊടുക്കാൻ പറ്റിയ ഒരു ഡിസൈനാണ്. ഇനി ഒരു 5 കൊല്ലം കൂടെ കാര്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഇല്ലാതിരുന്നാലും റെപ്യൂട്ടഡ് അക്സെപ്റ്റഡ് ആയ ഒരു ലുക്കാണ് ബൈക്കിനുള്ളത്. എൻജിൻ പെർഫോമൻസ് നല്ല സ്മൂത്ത് ആയ എൻജിനാണ്. ആവശ്യത്തിന് പവറുണ്ട്. ചെറുപറാന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നല്ല ടോർക്കുണ്ട്. ടൂറിങ്ങിന് പെർഫെക്റ്റ് ആണ്. സിറ്റി റൈഡിംഗ് കണ്ടീഷനും നല്ലതാണ്. ഒരു സ്മൂത്ത് ലീനിയർ ആക്സലറേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയായിരിക്കും എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ആദ്യ എക്സ്പീരിയൻസിൽ ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു സ്പോഞ്ചി ഫീൽ. പക്ഷേ സ്റ്റോക്ക് ബ്രേക്ക് പാഡിൽ നിന്ന് സെറാമിക്കിലേക്ക് ആക്കിയപ്പോൾ കിഡിലും ബ്രേക്കിംഗ് ആണ്. കമ്പനി കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ സ്റ്റോക്ക് ബ്രേക്കിങ്ങിൽ സെറാമിക് അല്ലാതെ സാധാരണ ബ്രേക്ക് പാഡ്സ് കൊടുത്തിരിക്കുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ ഈ കാറ്റഗറിയിൽ വരുന്ന മറ്റ് എല്ലാ ബൈക്കിനെയും വെച്ച് നോക്കുമ്പോൾ ബെസ്റ്റ് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലായാലും റിയറിലായാലും സ്റ്റോക്ക് കണ്ടീഷനിൽ എനിക്കിത് പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് സസ്പെൻഷൻ ആയിട്ടാണ് തോന്നിയത്. നോട്ട് ടു ഹാർഡ് നോട്ട് ടു സോഫ്റ്റ്. ഇവിടെയും ട്രയംഫ് സ്കോർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. കംഫർട്ടബിൾ സീറ്റാണിത്. തൃശ്ശൂർ ടു ട്രിവാൻഡ്രം റൂട്ടിൽ പോകുമ്പോഴായാലും ശരി വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സുഖമാണ് വണ്ടിയുടെ സസ്പെൻഷനും സീറ്റിങ്ങും സമ്മാനിക്കുന്നത്. സ്മൂത്താണ്, പ്രിസൈസ് ആണ്. ക്ലച്ച് പുള്ളിങ് ലൈറ്റ് ഫീലിംഗ് ആണ് തരുന്നത്. ഇതുവരെയും ഫാൾസ് ന്യൂട്രൽ ഉണ്ടായിട്ടില്ല. ഇനി ഹൈലൈറ്റിംഗ് ഫീച്ചേഴ്സ് ഓഫ് ദ ബൈക്ക്. റൈഡ് ബൈ വയർ, ട്രാക്ഷൻ കൺട്രോൾ, സ്വിച്ചബിൾ ABS, സ്ലിപ്പർ ക്ലച്ച്, എഞ്ചിൻ ഇമ്മൊബിലൈസർ, USB Type-C പവർ പോർട്ട്, അഡ്ജസ്റ്റബിൾ ബാക്ക് സസ്പെൻഷൻ, LED ഹെഡ് ലാമ്പ്, ഹസാർഡ് ലൈറ്റ് എന്നിങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാം ഈ ബൈക്കിലുണ്ട്. ഇനി ഓവറോൾ റൈഡിംഗ് എക്സ്പീരിയൻസ്. ഹൈവേയിലായാലും കോമൺ റോഡ് കണ്ടീഷൻസിലായാലും ട്രാഫിക്കിലും ബൈക്ക് സ്മൂത്ത് ആൻഡ് കംഫർട്ടബിൾ ആണ്. പില്ലിനെ വെച്ച് പോവുകയാണെങ്കിലും സോളോ ആണെങ്കിലും കോൺഫിഡൻ്റ് ആയി തന്നെ നമുക്ക് യാത്ര ചെയ്യാം. നല്ലൊരു റൈഡിംഗ് ഫീലാണ് ബൈക്ക് തരുന്നത്. ബൈക്കിന് ഹീറ്റിംഗ് ഇഷ്യൂ ഉള്ളതായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. പിന്നെ മൈലേജിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഒരു 25-30 ഒക്കെയാണ് ഇപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അത് കൂടാനാണ് കൂടുതലും ചാൻസ് ആസ് പെർ റിപ്പോർട്ട്സ്. ഹെഡ്ലൈറ്റ് വിസിബിലിറ്റി ആൻഡ് പെർഫോമൻസ്. LED ലൈറ്റിൻ്റെ വിസിബിലിറ്റി ആവറേജ് ആണ്. ഡേ ടൈമിൽ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു LED ആണെന്ന് പലർക്കും തോന്നാം. പക്ഷേ എക്സ്ട്രീം ഡാർക്ക് ആൻഡ് റെയിനി കണ്ടീഷനിൽ ബിലോ ആവറേജ് എന്നേ പറയാൻ ഒക്കൂ. വെളിച്ചമുള്ളപ്പോൾ LED കത്തിച്ചിട്ട് നല്ല പവർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. രാത്രിയിൽ നിങ്ങൾ ഹൈ ബീമിലിട്ട് പോയാലും കാര്യമായിട്ടൊരു നമുക്കൊരു അഷുറൻസ് തരുന്ന രീതിയിലുള്ളൊരു ഹെഡ്ലൈറ്റ് വിസിബിലിറ്റി വണ്ടിക്കില്ല. ബഡ്ജറ്റ് ഓക്കെയാണ്. അതേപോലെ തന്നെ സോളോ ആയും പില്ലിനെ വെച്ചും ലോങ് ട്രാവലിങ്ങും അതേപോലെ തന്നെ ഡെയിലി കമ്മ്യൂട്ടിങ്ങും ചെയ്യണം. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഫണ്ണായിട്ടുള്ള രീതിയിൽ ഡ്രൈവും ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ പെർഫോമൻസും ഇതിൻ്റെ കംഫർട്ടും നിങ്ങൾക്ക് ഫസ്റ്റ് റൈഡിൽ തന്നെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വണ്ടി എടുക്കുക. താൻ മാർഷല്ലേ എത്ര മാർക്ക് സ്ക്രാംബ്ലർ 400 കൊടുക്കും എന്ന് ചോദിച്ചാൽ ഈ 600 കിലോമീറ്റർ ഓടിച്ചുള്ള എക്സ്പീരിയൻസ് വെച്ച് 10ൽ 9 ഞാൻ ഉറപ്പായും കൊടുക്കും. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫസ്റ്റ് സർവീസിന് ശേഷം പറയാം. സ്റ്റേ ട്യൂൺഡ്.